കിഷ്കിന്ദ കാണ്ഡം എന്ന സിനിമയുടെ വിജയവിശേഷങ്ങളുമായിട്ട് സംവിധായകൻ നമുക്കൊപ്പം ഉണ്ട്. ദിൻജിത്ത് ആണ്. കക്ഷി അമ്മിണപ്പിള്ളയൊക്കെ ചെയ്ത ദിൻജിത്ത് നമുക്കൊപ്പം ഉണ്ട്. അതേപോലെ തന്നെ കഥ, തിരക്കഥ, സംഭാഷണം, പിന്നെ സിനിമാറ്റോഗ്രാഫിയും ചെയ്ത ബാഹുൽ രമേശാണ് ഒപ്പം ഉള്ളത്. ഹായ്. ഈ ബാഹുല് ശരിക്കും എഴുതി കാണിക്കുമ്പോൾ ആദ്യം എഴുതി കാണിച്ച് കഥ, തിരക്കഥ, സംഭാഷണം മാത്രമാണ്. പിന്നീടാണ് സിനിമാറ്റോഗ്രാഫി എഴുതി കാണിച്ചത്. എന്താ, പേടിയായിരുന്നു? അല്ല, എല്ലാം കൂടെ ഒരുമിച്ച് കാണിച്ചൊരു ഡെസ്പറേഷൻ ആയിട്ട് ആൾക്കാർക്ക് ഫീൽ ചെയ്യരുന്നുള്ളതുകൊണ്ട് ഞാൻ ചെറിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തതാണല്ലോ. എല്ലാം കൂടെ ചെയ്ത്. നിങ്ങൾ ചെറിയ ആളല്ല, നിങ്ങൾ വലിയ ആള്, പെരിയ ആള്. ശരിക്കും ഈ കഥ ഇങ്ങനെ പോകുന്ന സമയത്ത് ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ. പക്ഷേ ഇതിനകത്ത് എനിക്കൊരു സ്ഥലത്ത് ഊഹിക്കാൻ പറ്റിയില്ല കേട്ടോ. അത് എൻ്റെ കഴിവുകേടാണെന്ന് അറിഞ്ഞുകൊണ്ട്. അടിപൊളിയായിരുന്നു. അതിൻ്റെ ഒരു ത്രില്ല് വേറെ രസമല്ലേ അത്? അങ്ങനെ ത്രില്ലടിപ്പിക്കാന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടാണോ ഇങ്ങനെ എഡിറ്റ് ചെയ്തേക്കണേ, ഇങ്ങനെ ചെയ്തേക്കണേ? അല്ല, അങ്ങനെ പ്രത്യേകിച്ച് ഉദ്ദേശ ലക്ഷ്യം വെച്ചിട്ട് ചെയ്തതല്ല. ജസ്റ്റ് ഫ്ലോയിൽ എന്ത് തോന്നിയോ അതങ്ങനെ അങ്ങനെ ചെയ്തെന്നുള്ളൂ. ഇങ്ങനെ ഉള്ളൊരു റിസൾട്ട് ഈ പറഞ്ഞ ചേട്ടന് ഇപ്പം അനുഭവപ്പെട്ട പോലെ ഒരു അനുഭവം ഉണ്ടാവുമോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉണ്ടാക്കണം എന്ന് പറയുന്ന കോൺഷ്യസ് ആയിട്ടൊന്നും അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഈ സെക്കൻഡിലേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ, സെക്കൻഡ് പാർട്ടിലേക്ക് വരുന്ന സമയത്ത് അപ്പോഴാണ് ഞാൻ ശരിക്കും ഇൻവോൾവ്ഡ് ആവുന്നത്. അതിനകത്ത് ഈ ഇന്നായിപ്പോയി. ചില സീൻസിലൊക്കെ നിങ്ങളോടത്ത് വിരോധമുണ്ട്. ആ സീൻസ് ഞാൻ സ്പോയിലർ ആവുന്നുള്ളതുകൊണ്ട് ഇപ്പോൾ പറയുന്നില്ല. അതങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി. അത് കുഴപ്പമില്ല, അത് പിന്നീട് നമുക്ക് പറയാം. സത്യത്തിൽ ശരിക്കും ചച്ചുവിന് എന്താ സംഭവിച്ചത്? ഈ ചോദ്യത്തിലേക്ക് പോകണ്ടെന്ന്. ഇത് സസ്പെൻസ് ഫാക്ടേഴ്സ് ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ചില ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ വരും. കണ്ടവർക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, നമ്മൾ ഇതിന്റെ അനാലിസിസിലേക്ക് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിന് മുമ്പ് ഞാൻ ചോദിച്ചോട്ടെ, ശരിക്കും സെക്കൻഡ് പാർട്ട് ഉണ്ടോ? നിലവിലില്ല, പ്ലാൻ ഇല്ല. പക്ഷേ കാണുന്ന സമയത്ത് നമുക്കൊരു സെക്കൻഡ് പാർട്ടിന്റെ സാധ്യതകൾ എവിടെയൊക്കെയോ ഇങ്ങനെ മണക്കുന്നുണ്ട്. ഇതുവരെ ആലോചിച്ചിട്ടില്ല. അപ്പൊ ഇനി ആലോചിക്കൂ. കാരണം ചില ഇൻവെസ്റ്റിഗേഷൻ സിനിമകൾ കാണുമ്പോഴത്തേക്ക് നമുക്ക് പൊതു സ്വഭാവം അറിയാമല്ലോ, അങ്ങനെയായിരിക്കും പോവാന്നറിയാം. പക്ഷേ ഇതിനകത്ത് അങ്ങനെ പോയില്ല. എനിക്ക് പിന്നെ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, MDയുടെ ഉത്തരം എന്ന് പറയുന്ന സിനിമയുണ്ട്. നോ മോട്ടീവ് എന്ന് പറഞ്ഞിട്ട് സ്റ്റോറി ബേസ് ചെയ്തിട്ട് പുള്ളി എഴുതുക. നോ മോട്ടീവ് എന്നാണ് അതിൻ്റെ ബേസ് സ്റ്റോറി തന്നെ. അപ്പം ശരിക്കും അതിനകത്തുള്ള ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി പാടുപെടുന്നുണ്ടായിരുന്നു. ഇതിനകത്തും ശരിക്കും ഉത്തരം കണ്ടുപിടിക്കാൻ പാടുപെടുന്നത് കാണുമ്പോഴും പിന്നെ ഉത്തരം ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴും ഉണ്ടാവുന്ന ഒരു സാധനമുണ്ട്. പക്ഷെ ഉത്തരം ഉണ്ട് കേട്ടോ, അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. അല്ല, ഇപ്പൊ മോട്ടീവ് എന്ന് പറഞ്ഞൊരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട് പറയാവേ, ത്രില്ലറിന്റെ ഒരു സബ് ജോണർ എന്നുള്ള രീതിയിൽ ഉദ്ദേശിച്ചിട്ടുള്ള, അല്ലാതെ ഭയങ്കര ത്രില്ലർ എന്നുള്ള രീതിയിൽ പ്രത്യേകിച്ചൊന്നും ആക്ച്വലി പ്രീ പ്ലാൻഡ് ആയിട്ട് ഇത് ഇന്ന ജോണർ ആയിരിക്കണം, ഇങ്ങനെ സസ്പെൻസ് ഉണ്ടായിരിക്കണം, ഇങ്ങനെ ട്വിസ്റ്റ് ഉണ്ടായിരിക്കണം, ഇങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല. എന്താണ് ഫ്ലോയിൽ വന്നത് അത് വെറുതെ ടൈപ്പ് ചെയ്ത് വെക്കുക, അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ആഗ്രഹം, എന്തെങ്കിലും ത്രില്ലർ ആണ് ഫേവറേറ്റ് ജോണർ. അപ്പോൾ അതിൻ്റെ ഒരു സബ് ജോണർ എന്നുള്ള രീതിയിൽ വരുമ്പോൾ തന്നെ വില്ലന്മാരില്ലാത്ത ത്രില്ലർ, അങ്ങനെ എന്തെങ്കിലും സാധ്യതയുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ആലോചിച്ച് നോക്കാൻ പറ്റുമോ എന്നുള്ളത് സജീവമായിട്ടുണ്ടായിരുന്നു. അത് നെഗറ്റീവ് ഇൻറ്റൻഷൻസ് ഇല്ലാത്ത ക്യാരക്ടേഴ്സ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് വർക്കൗട്ട് ആവുമോ എന്നുള്ളത് അറിയില്ല. അങ്ങനെ ഒരു സ്റ്റോറി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. പക്ഷേ സംവെയർ തലയിൽ എവിടെയോ അങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പറ്റുവാണെങ്കിൽ നന്നായിരുന്നു എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ ഇപ്പോൾ മോട്ടീവ് എന്ന് പറഞ്ഞുകൊണ്ട് പറയാം, ഇപ്പോൾ ഇതിലത്തെ എല്ലാ ക്യാരക്ടേഴ്സിനെയും മോട്ടിവേഷനായിട്ട് ഉദ്ദേശിക്കുന്ന ലവ് ആൻഡ് കൺസേൺ. എല്ലാ ക്യാരക്ടേഴ്സിനെയും, എല്ലാ മേജർ ക്യാരക്ടേഴ്സിൻ്റെയും ലവ് ആൻഡ് കൺസേൺ ആണ്. അത് ഈ 3 ക്യാരക്ടേഴ്സ് ആയിക്കോട്ടെ, ഇനി ജഗദീഷ് ഏട്ടൻ, അശോക് ഏട്ടൻ ചെയ്യുന്ന പോലത്തെ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ഒഫീഷ്യൽസിൻ്റെ കാര്യം വരികയാണെങ്കിൽ പോലും അവരും ഇതിൽ വില്ലന്മാരല്ല. ഫോറസ്റ്റ് ഒഫീഷ്യൽസ് അല്ലെങ്കിൽ പോലീസുകാർ ഇൻവോൾവ് ആകുന്നുണ്ടെങ്കിലും അവരവരുടെ ഡ്യൂട്ടി കൺസേൺസ് ആണ്. അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് അവർ ചെയ്യേണ്ട അവരുടെ ഡ്യൂട്ടി ഒബ്ലിജൻസ് എന്ന് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെ. അപ്പോൾ കൺസേൺ ആണ് ശരിക്കും നമ്മുടെ ഇതിലത്തെ മോട്ടിവേഷൻ ആൻഡ് മോട്ടീവ്. അപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ അശോകേട്ടൻ്റെ ക്യാരക്ടറിനെ നിങ്ങൾ ചെയ്തേക്കുന്നതിനകത്തും പ്ലേസ് ചെയ്തേക്കുന്നതിനകത്തും പുള്ളി ഒരു പോലീസുകാരനായിരിക്കുമ്പോഴും ഈ പോലീസിൻ്റെ ഒരു തരത്തിലുള്ള സാധനങ്ങളും ഇല്ല പുള്ളിക്ക്. ഇപ്പോൾ കോട്ടയം രമേശിൻ്റെ ക്യാരക്ടറിനെ പ്ലേസ് ചെയ്യുമ്പോഴും അയാൾ നമ്മൾ വിചാരിക്കുക എവിടെയെങ്കിലുമൊക്കെ നെഗറ്റീവ് ആവുമെന്ന് വിചാരിക്കും. പക്ഷേ അയാൾ ആ എലമെൻറ്റ്സ് ഒന്നും കാണിക്കുന്നില്ല. അപ്പം ഉയർന്ന ഉദ്യോഗസ്ഥനായിട്ട് നിഷാൻ, അയാളെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുമ്പോഴും എന്തോ വലിയ കാര്യങ്ങളൊക്കെ ആണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അയാൾ ഒരു വലിയ ഉദ്യോഗസ്ഥനാണെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ആ ക്വാളിറ്റി അയാൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ആ ക്യാരക്ടർ. അവിടെയൊക്കെ എനിക്ക് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം വില്ലന്മാരെ ഇല്ലാതെ ഇത് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണല്ലോ. നമ്മൾ ഓപ്പോസിറ്റ് ആളിനെ നിർത്തുമ്പോഴാണല്ലോ പഞ്ച് വരുന്നത്. പക്ഷെ അങ്ങനെ അല്ലാതെ അവരെയൊക്കെ ഇങ്ങനെ സ്വതന്ത്രമായി വിട്ടപ്പോൾ കിട്ടിയ ഒരു ക്വാളിറ്റി ഉണ്ട്. അവരൊക്കെ അത് ബിഹേവ് ചെയ്യുന്ന കണ്ടപ്പോൾ ഒരു കാര്യം ഒരാൾ പറയുമ്പോഴേ അഡ്രസ്സ് ചെയ്തു അവർ.
അയാൾ പറഞ്ഞ ശരിയാണല്ലേ, അത് ആരാണ് പറയുന്നതെന്ന് നോക്കിയില്ല, അയാൾ പറയുന്നതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥർ നമ്മുടെ സ്വപ്നമാണ്. നിങ്ങളത് പ്രാവർത്തികമാക്കിയോ? ഈ മനുഷ്യൻ ഇത് വന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു ഇത് കൺവിൻസ്ഡ് ആയത് എന്ന് വെച്ചാൽ കയറ്റിറക്കങ്ങളാണ് നമ്മളെ സിനിമയെ ഇങ്ങനെ നിശ്ചയിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ നായകനെ വെക്കുന്നു, ഇവിടെ വില്ലനെ വെക്കുന്നു, എന്നിട്ട് ഇയാളെ ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്ന് ഇറക്കുന്നു, അപ്പോൾ ഇവിടെ ഇയാളെ നേരിടാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് വരുന്നു. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിന്ന് മാറിയിട്ട് ഇങ്ങനെ ഒരു ക്ലീൻ ആയിട്ട് ഇങ്ങനെ കഥ പറയുന്ന ഒരു സ്ഥാനം വന്നപ്പോൾ എങ്ങനെയാണ് സംവിധായകനെ ഇതിനെ കൺസീവ് ചെയ്തത്? ഇത് വായിച്ചപ്പോൾ തന്നെ ഞാൻ വീണു. ആക്ച്വലി എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അത്രക്കും എത്രയോ കാലങ്ങളായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഓരോ സ്ക്രിപ്റ്റും കേൾക്കുന്നു. പക്ഷേ നമുക്ക് ഉള്ളിലൊരു ഫയറെല്ലാം വരില്ലേ, ഇത് എൻ്റെയാണ്, ഇത് ഞാനേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള സെൽഫ് ഷുവറായിട്ട് എൻ്റെ ഉള്ളിൽ അങ്ങനത്തെ ഒരു ചെയ്തേ മതിയാവുള്ളൂ എന്നുള്ളൊരു ഫയർ അതായിരുന്നു എൻ്റേത്. അപ്പം തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു, ബാബുലെ ഇത് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞാൽ അതിന് ശേഷം ഇയാളാണ് തീരുമാനിക്കേണ്ടത്, ഓക്കെ ഞാൻ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. പക്ഷേ നമ്മൾ ആ ഒരു ബോണ്ടുണ്ടായിരുന്നു. ഓക്കെ ഇത് പിന്നെ നമുക്ക് പെട്ടെന്ന് ഏത് സമയത്തും സംസാരിക്കാൻ പറ്റുന്ന, മീൻസ് ഏത് സമയത്തും കൺവേ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആസിഫ് ആക്ടറും ഉണ്ടായിരുന്നു. നമ്മൾ അമ്മിണിപ്പിള്ളിലുള്ള ബന്ധമാണ്. അത് പെട്ടെന്ന് നടന്നു കാര്യങ്ങൾ. ഒരു നിരൂപകൻ പറഞ്ഞത് അമ്മിണിപ്പിള്ള കഴിഞ്ഞ് ഇത്രയും വർഷം നിങ്ങൾ വെയിറ്റ് ചെയ്തതിന്റെ കാരണം എന്ന് പറയുന്നത് ഇത്തരം ഒരു ക്രാഫ്റ്റ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അയാൾ ഒരു സല്യൂട്ട് ചെയ്തിരിക്കുകയാണ് അതിനകത്ത്. അത് ഭയങ്കര സന്തോഷമല്ലേ? നിങ്ങളടുത്ത് പല ചോദ്യങ്ങളും ചോദിക്കാനുണ്ട്. ആ ചോദ്യങ്ങളൊക്കെ ഞാൻ പിന്നെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ചോദിക്കാനുള്ള ചില സാധനങ്ങൾ എന്ന് പറയുന്നത്, ഈ അപർണയുടെ ക്യാരക്ടർ ഈ പറഞ്ഞതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അപർണയുടെ ക്യാരക്ടറിൻ്റെ ഒരു സ്വഭാവമുണ്ട്. അതായത് തൻ്റേതല്ലാത്ത പ്രശ്നങ്ങൾ ഇപ്പോൾ തലയ്ക്ക് ചുമക്കുന്ന ചില ആൾക്കാരുണ്ട്. അതേപോലെയാണ് അയാൾ ഒരു പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ അയാളുടെ ഈഗോസ് വർക്ക് ചെയ്യാതെ, ഈഗോസ് ട്രിഗർ ചെയ്യാൻ സാധ്യതയുള്ള പല ഏരിയാസും ഉണ്ട്. കാരണം ഒരു മാരേജ് കഴിയുന്ന ഒരവസ്ഥകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള കുറേ കോൺഫ്ലിക്റ്റുകളുണ്ട്. പക്ഷെ അവിടെയൊക്കെ അയാൾ ഈഗോലെസ് ആയിട്ട് അത് മാനേജ് ചെയ്യുന്നതാണ്. അത്രയ്ക്കും പഠിപ്പും അറിവുള്ള ആൾക്കാണ് അത് മാനേജ് ചെയ്യാൻ കഴിയുക. അപ്പോൾ അങ്ങനെയാണ് അയാളത് മാനേജ് ചെയ്ത് പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണിച്ചു തരികയാണ്. ഈ പ്രശ്നത്തെ ഇങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. എന്നിട്ട് അയാളത് ലീഡ് ചെയ്യുന്നുണ്ട്. പല പ്രതിസന്ധികൾ വരുമ്പോഴും അയാളത് ബാക്ക് പോകുന്നില്ല, അതിന് പുറകെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇൻറ്റൻഷൻ ശരിയായ ഉദ്ദേശത്തിലേക്ക് എത്തുന്നത് കൊണ്ട് ഒരാളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറുന്നതായിട്ട് പലപ്പോഴും നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും അതങ്ങനെ അല്ല ചെയ്യുന്നത്, ആ ക്യാരക്ടർ അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കി ചേരുന്നുണ്ട്. അത് ശ്രമിച്ചിട്ടില്ലേ അങ്ങനെ തന്നെ എഴുതി പിടിപ്പിക്കാൻ? അപർണയുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ചിന്തകൾ അല്ലെങ്കിൽ അവൾ എടുക്കുന്ന ആക്ഷൻസ്, പറയുന്ന കാര്യങ്ങൾ, നടത്തുന്ന ശ്രമങ്ങൾ, ഇതൊക്കെ വയസ്സായിരിക്കണം എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. പറഞ്ഞ എടുത്ത് ചാട്ടം കാണിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പക്വത ആ ക്യാരക്ടറിന് ഉണ്ടാവണം എന്നുള്ള രീതിയിലല്ല. അവരുടെ സംസ്കാര വാക്കുകളായാലും പിന്നെ അവർക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന കൃത്യമായിട്ട് അപർണയുടെയും ബാക്ക് സ്റ്റോറി ഒത്തിരി കാര്യങ്ങൾ ഇതിൽ നമ്മൾ ആംബിഗ്യസ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. എല്ലാം കൃത്യമായി എല്ലാം എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയാതെ കാണുന്നവർക്കും റീഡ് ചെയ്യാം, അവരവരുടേതായ രീതിയിൽ റീഡ് ചെയ്ത് പുതിയ ലേയേഴ്സ് ഉണ്ടാക്കുക എന്നുള്ള രീതിയിലാണ് കുറേ കാര്യങ്ങൾ നമ്മൾ പറയാണ്ടൊക്കെ വിട്ടിരിക്കുന്നത്. ഒന്നാണ് അപർണയുടെ ബാക്ക് സ്റ്റോറി എന്ന് പറയുന്നത്. അപർണ എന്തായിരുന്നു, എവിടെയായിരുന്നു കൃത്യമായിട്ട് നമ്മൾ പറയുന്നില്ല. പക്ഷേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ മെൻഷനിങ്സ് ഉണ്ട്. ഒന്ന് ഈ പറഞ്ഞ പോലെ ബാംഗ്ലൂരായിരുന്നു, IT ആയിരുന്നു, പക്ഷേ ഇപ്പോൾ അത് വിട്ടു, അതിൽ ഇൻട്രസ്റ്റ് പോയപ്പോൾ അത് വിട്ടു. അതിനുശേഷം MSW പഠിച്ചു, അതിൻ്റെ സിലബസ് മേക്കിങ്ങിലായിരുന്നു. പിന്നെ ഇടയ്ക്ക് കുറച്ച് തിയേറ്ററും കറക്കും ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു സീനിൽ പറയുന്നുണ്ട്. മറ്റൊരു സീനിൽ പറയുന്നു ഈ പറഞ്ഞ ഒരു ട്രൈബൽ ഫോക്ക് സോങ്, അതും നോർത്ത് ഈസ്റ്റിലുള്ള ഒരു അരുണാചൽ കൈൻഡ് ഓഫ് ടിബറ്റൻ ഫോക്ക് സോങ് ഒക്കെ കേൾക്കുമ്പോൾ ഇമ്മീഡിയറ്റ്ലി കണക്ട് ചെയ്തിട്ട് ഇത് നോർത്ത് ഈസ്റ്റ് ഫോക്ക് ആണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും ഉണ്ടായിരുന്നു. പണ്ട് ഡൽഹിയിലുണ്ടായിരുന്ന സമയത്ത് ഒരു വോളണ്ടിയർ ക്യാമ്പിന് പോയിട്ടുണ്ടായിരുന്നു, നാഗാലാൻഡ് മിസോറാം എന്നൊക്കെ പറഞ്ഞു. ഡൽഹിയിലുണ്ടായിരുന്ന കാലത്ത്, ഡൽഹിയിൽ എന്ത് ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് നമ്മൾ പറയുന്നില്ല, അല്ലെങ്കിൽ വോളണ്ടിയർ ക്യാമ്പ് എന്ന് പറയുന്നത് എന്തിൻ്റെ വോളണ്ടിയർ ക്യാമ്പ് എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ അത് പറഞ്ഞ ഓരോ പ്രഷർക്കും അവരവരുടേതായ രീതിയിൽ അവരവരുടേതായ അറിവുകൾ വെച്ചിട്ട് അതിനെ ബിൽഡ് ചെയ്ത് വലുതാക്കാം എന്നുള്ള രീതിയിലുള്ള കുറച്ച് അനക്ഡോട്ട്സ്, നോട്ടുകളായിരുന്നു അത്തരം കാര്യങ്ങൾ ചെയ്തത്.